സംസ്ഥാനത്തുടനീളം ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തുന്ന വൃക്ക രോഗികൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട്. ആഴ്ചയിൽ 3 തവണയൊക്കെ ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇതിന് ഭീമമായ തുകയാണ് മുടക്കേണ്ടി വരുന്നതും. ചാരിറ്റി ഓർഗനൈസേഷനും അതുപോലെ സർക്കാരിന്റെ ഇൻഷുറൻസും ഒക്കെ കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയതായിട്ട് അവർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് സർക്കാരിന്റെ ഈ ഇൻഷുറൻസ് തുകയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. 3 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഇത് പക്ഷേ 10 വർഷമായി ഡയാലിസിസ് ചെയ്യുന്നവർ, ആഴ്ചയിൽ 3-ലധികം തവണ ഡയാലിസിസ് ചെയ്യേണ്ടവർക്കൊക്കെ ഇതിന്റെ പരിധി നിശ്ചയിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ ഫണ്ട് കഴിയുന്ന മുറക്ക് ഇവർ പുറത്തു പോകേണ്ടി വരുന്നു. പുതിയ രോഗികൾക്ക് അവിടെ അഡ്മിഷൻ നൽകേണ്ടി വരുന്നു എന്നതാണ് ഇവരുടെ മുന്നിൽ വരുന്ന വലിയൊരു പ്രതിസന്ധി. പക്ഷെ എങ്ങോട്ട് പോകുമെന്നുള്ള വലിയൊരു ചോദ്യമാണ് ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരുന്നത്. ഇത് മനസ്സിലായപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന 2 ആളുകളെ നമ്മൾ സമീപിക്കുകയുണ്ടായി. ആ ചേട്ടന്മാർക്ക് ഒരുപാട് അവരുടെ ജീവൻ മരണ പ്രശ്നങ്ങൾ നമ്മളോട് പറയാനുണ്ട്. കേൾക്കാം. കാരുണ്യ ഫണ്ട് ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിനെ പറ്റി എത്രമാത്രം ഈ അധികൃതർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്, അതിന് കാരണം അതിനൊരു പരിമിതി നിശ്ചയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ 1 വർഷം ഡയാലിസിസ് ചെയ്യുമ്പോൾ ആൾ ഇല്ലാതാവും. അതുപോലെ 15 വർഷവും 20 വർഷവും ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളെ പറ്റി നമ്മൾക്കറിയാം. അപ്പോൾ ഈ കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിനെ ഇപ്പോഴുള്ള ആ ഒരു സിസ്റ്റം റിന്യൂവൽ ചെയ്ത്, അല്ലെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ ആയാൽ പോലും അത് പുതുക്കി നൽകുന്നതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിനോട് ഒരു അപേക്ഷ നമ്മൾ ചെയ്യും. നമ്മളങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തുകയും ചെയ്തിരുന്നു. നമുക്ക് 2 പേരാണ് ഇപ്പോൾ നമുക്ക് ഒപ്പം ചേരുന്നത്, മോഹനേട്ടനും പ്രഹ്ലാദേട്ടനും. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, പുതിയതായി അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്താണ് അവരുടെ ഒരു ഭീതി എന്നത്. മോഹനേട്ട, ഇപ്പോൾ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പേടി എന്താണ് ശരിക്കും? തീർച്ചയായിട്ടും നമ്മൾ സാമ്പത്തികം ആണ് മുഖ്യമായിട്ടുള്ള വിഷയം. സാമ്പത്തികമായി എത്ര ഉന്നതരായിട്ടുള്ള ആളുകളായാൽ പോലും ഒരു വർഷങ്ങൾ ഇതിനൊരു കണക്കില്ല എത്ര പൈസയാവും എന്നുള്ളത്. ഇപ്പം എൻ്റെ കയ്യിൽ ആകെപ്പാട് 4-5 ലക്ഷം ഉറുപ്പിക ഉണ്ടായിരുന്നു ഈ രോഗം ഡയാലിസിസ് തുടങ്ങുന്ന സമയത്ത്. അത് ഞാനൊരു സ്വകാര്യ ആശുപത്രിയിൽ ചെയ്ത് 9 മാസക്കാലം അവിടെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഈ പൈസയൊക്കെ വന്നു. അപ്പോഴാണ് കൊറോണേൻ്റെ ഇത് വന്നത്. അതിനുശേഷം എന്ത് എന്നുള്ള ഒരു ചിന്ത നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാരുണ്യ എന്ന് തന്നെയാണ്, കാരണം മഹത്തായ കാരുണ്യമാണ്. എങ്കിലും അത് ഒരു പ്രൈവറ്റ് സ്ഥാപനം, CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഡയാലിസിസ് സെൻറ്റർ ഏമ്പേറ്റ്, പരിയാരത്തിനടുത്ത് തളിപ്പറമ്പിൽ, കണ്ണൂർ ജില്ലയിലുള്ള ഏമ്പേറ്റ്, നമ്മളൊരു അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് നമ്മളെ വീട്ടിൽ വന്ന് പരിശോധിച്ച് ഇയാൾക്ക് കൊടുക്കാമെന്നുള്ള ഒരു ഇത് വന്ന്, അങ്ങനെയുള്ള 100 കണക്കിന് ആളുകളുണ്ട് എപ്പോഴും. അപ്പോൾ ആ ഒരു സഹായം ആണ് നമ്മളെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ അത് 1 വർഷം ആണ് ചാരിറ്റി, കാരണം അർഹതപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് മാറി മാറി കൊടുക്കേണ്ടതുകൊണ്ട് 1 വർഷം കാലാവധി വെച്ചിട്ടാണ്. ആ സമയത്ത് അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു അപേക്ഷ കൊടുത്ത്, ഒരു റിക്വസ്റ്റ് കൊടുത്ത്, അദ്ദേഹത്തിന് വീണ്ടും 1 വർഷം കൂടി എനിക്ക് അനുവദിച്ചു തന്നു. 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് 2022 തോന്നുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ എംപാനൽഡ് ഹോസ്പിറ്റലുകളിലെ ഒരു ഇതായി ഈ CH സെൻറ്ററിനെ പരിഗണിച്ച്. അപ്പോൾ അവിടെ കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് ABF, പിന്നെ അതിന് കുറേ അതിൻ്റെ അകത്ത് PMJAY അങ്ങനെയുള്ള 3-4 ഇൻഷുറൻസിൻ്റെ ഇതുണ്ട്. ID കാർഡ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാവരും, രോഗികളെല്ലാവരും സന്തോഷമായതായി. കാരണം ഇനിയിപ്പം കാരണം എവിടെ പോയാലും നമുക്ക് ചികിത്സ കിട്ടാനുള്ളൊരു സാധ്യതയില്ല. പെട്ടെന്ന് വേക്കൻ്റ് ഇല്ല, സൗകര്യങ്ങളുമില്ല. അപ്പോൾ അങ്ങനെ അത് കിട്ടിയതുകൊണ്ട് അപ്പോൾ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ അപ്ലൈ ചെയ്തിരുന്നു തുടക്കത്തിൽ തന്നെ. 2-3-ാമത്തെ വർഷം എനിക്ക് അവർ മെസ്സേജ് അയച്ചിരുന്നു, ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മുടെ ഭാഗത്തുള്ള തെറ്റായിരിക്കാം. അത് വേണ്ട, നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കി. പിന്നീടാണ് അതിൻ്റെ വിഷമം മനസ്സിലാക്കിയതും. കാരണം ഈ പറഞ്ഞ ആഗസ്റ്റ് മാസം നോട്ടീസ് വന്നു, എൻ്റെ ഡേറ്റ് ഇന്ന തീയതിയിൽ നിങ്ങളുടെ കാലാവധി അവസാനിക്കും. നമ്മൾ പ്രോമിസ് ചെയ്താണ്, പിന്നെ ഇത് ചെയ്താണ്. അതിന് അന്യായമായിട്ടൊന്നുമില്ല. പുതിയ രോഗികൾക്ക് പിന്നെ പാവപ്പെട്ടവർക്ക് അവസരം കൊടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നിങ്ങൾ മറ്റൊരു
പിന്നെ സൗകര്യം തേടണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാലാവധി കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് പിന്നെ മറ്റ് പെട്ടെന്ന് എവിടെയും അങ്ങനെ ഒരു സൗകര്യം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം വീണ്ടും അവരെ തേടി ഒരു അപേക്ഷ കൊടുത്ത് അതിൻ്റെ അന്ന് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതന്നെ വഴിയുള്ളൂ. അങ്ങനെ അത് ചെയ്ത് പിന്നെ ഒരു 5-6 തവണ ഒരു ചെറിയ ഇതായിട്ടുള്ളൊരു പ്രതിഫലം കൊടുത്തുകൊണ്ട് നമ്മളവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. പിന്നീട് വീണ്ടും ഇതേ പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് വീണ്ടും 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയാലും ഒരു സഹായം ചെയ്യാൻ ഒരു മനസ്സുകൊണ്ട് സുമനസ്സുകളായിട്ടുള്ള ആളുകൾ നമ്മൾ സഹായിക്കുമ്പോൾ അവർക്കുള്ള പരിമിതികളും അപ്പോൾ അതല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. എല്ലാവർക്കും സൗകര്യം വേണം, പക്ഷെ നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾക്ക് ആ കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിൻ്റെ നമ്മൾ സർക്കാരിനോടല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയേണ്ടത് സർക്കാരിൽ. പക്ഷേ കാരുണ്യ ഫണ്ട് ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിനെ പറ്റി എത്രമാത്രം ഈ അധികൃതർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അതിന് കാരണം അതിനൊരു പരിമിതി നിശ്ചയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ 1 വർഷം ഡയാലിസിസ് ചെയ്യുമ്പോൾ ആൾ ഇല്ലാതാവും. അതുപോലെ 15 വർഷവും 20 വർഷവും ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളെ പറ്റി നമ്മൾക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത താങ്ങാൻ മിക്കവാറും ആളുകൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിനെ ഇപ്പോഴുള്ള ആ ഒരു സിസ്റ്റം റിന്യൂവൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ ആയാൽ പോലും അത് പുതുക്കി നൽകുന്നതായിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടാണ് നമ്മൾ ഗവൺമെൻറ്റിനോട് ഒരു അപേക്ഷ നമ്മൾ ചെയ്യുന്നത്. നമ്മളങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തുകയും ചെയ്തിരുന്നു. ഒരു MLA ത്രൂ ആയിട്ട് നമ്മളൊരു അപേക്ഷ കൊടുത്തിരുന്നു. പക്ഷേ അതിനൊന്നും നമ്മൾക്ക് ഒരു മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് ആരെങ്കിലും പിന്നെ എന്താ പറയുക അഭ്യുദയകാംക്ഷികളായിട്ടുള്ളവർ സർക്കാരിൽ ഒരു സമ്മർദ്ദം ചെലുത്തി നമ്മളുടെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാൽ ഏകദേശം ഇത് വേണ്ടാന്ന് പറയും തോന്നുന്നില്ല. കാരണം അതാണ് അതിൻ്റെ അവസ്ഥ. തീർച്ചയായിട്ടും ഇവർക്ക് ജനപ്രതിനിധികളോട് അല്ലെങ്കിൽ ഗവൺമെന്റിനോട് വലിയൊരു അപേക്ഷയാണുള്ളത്. പരിയാരത്തുള്ള CH സെന്റർ വലിയൊരു കാരുണ്യമാണ് ഇവരുടെ ജീവിതത്തിൽ നടത്തിയത്. പരിധിയില്ലാതെ തന്നെ ഡയാലിസിസ് ഇവർക്ക് ചെയ്തു കൊടുത്തിരുന്നു ആദ്യത്തെ ഒരു 3 വർഷത്തിലധികമൊക്കെ. പിന്നീടാണ് ഈ കാരുണ്യ ബെനവലൻ്റ് ഫണ്ടൊക്കെ വന്നത്. അപ്പോൾ ഈ പ്രത്യേകിച്ചും പുതിയ ആളുകൾ വരുന്നുണ്ട്, അവർക്കും ഈ സേവനം ഉപകരിക്കേണ്ടതുണ്ട്. അപ്പോൾ പഴയ ആളുകൾ ആ ഒരു കൃത്യമായ പരിമിതി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പരിധി കഴിഞ്ഞതിന് ശേഷം 3 ലക്ഷം രൂപയാണെങ്കിൽ ആ പരിധി കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോകേണ്ടതും പുതിയ രോഗികൾക്ക് അവസരം കൊടുക്കേണ്ടതുമുണ്ട് എന്നാണ് ഇപ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവരിനി എങ്ങോട്ട് പോകുമെന്നുള്ള വലിയൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇവരെ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്ന CH സെന്ററിന് ഇവരുടെ എല്ലാ കാര്യങ്ങളും അറിയാം. അല്ലെങ്കിൽ ഇവർക്ക് ഏറ്റവും സുഖകരമായ ഡയാലിസിസ് ഒക്കെ ചെയ്യാൻ കഴിഞ്ഞ ഒരിടമാണ്. അവിടെ നിന്ന് ഇവരെങ്ങോട്ട് പോകും, അല്ലെങ്കിൽ പുറത്തു പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 തവണയൊക്കെ ഡയാലിസിസ് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ തുക, ഇതൊക്കെ ഇവരെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതിലും അധികമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനപ്രതിനിധികളോടും ഗവൺമെൻറ്റിനോടും വലിയൊരു അപേക്ഷ വയ്ക്കുകയാണ്. ഇത് പരിധികൾ വെക്കേണ്ടതല്ല. ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ജീവിതം കഴിയുന്നതുവരെയും ഇവർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒരു പരിധിയോ പരിമിതിയോ ഇല്ലാതെ തന്നെ ഇവരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വലിയ അപേക്ഷയാണ് വെക്കുന്നത്. ഗവൺമെൻറ്റിലേക്ക് എത്തും, അല്ലെങ്കിൽ ഇവരുടെ ജീവിതം പഠിച്ച് ഇവർക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലുമാണുള്ളത്. ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മീഡിയയ്ക്ക് വേണ്ടി KM ദർശൻ.